അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു വഴിയെ കുറിച്ചാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹുവിന്റെ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും മഹത്വം നിറഞ്ഞ, ഒരുപാട് അത്ഭുത ഫലങ്ങൾ തരുന്ന 99 നാമമായ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങൾ ഒരുപാടുണ്ട്. അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അസ്മാഉൽ ഹുസ്ന മനഃപ്പാഠമാക്കിയാൽ സ്വർഗം ഉറപ്പാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് രൂപങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു രൂപമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. മഹാനായ അഹ്മദ് ഇദ്രീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അസ്മാഉൽ ഹുസ്ന പതിവാക്കിയാൽ രോഗം ഭേദമാകും, രോഗം സുഖപ്പെടും. പരാജയപ്പെട്ടവൻ അസ്മാഉൽ ഹുസ്ന പതിവാക്കിയാൽ അല്ലാഹു അവന് വിജയം നൽകും. മനപ്രയാസമുള്ളവൻ അസ്മാഉൽ ഹുസ്ന പതിവായി ചൊല്ലിയാൽ അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കും. കടമുള്ളവർ അസ്മാഉൽ ഹുസ്ന പതിവാക്കിയാൽ കടം വിടാനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കും. അപ്പോൾ അത്രയ്ക്കും ഫലം നിറഞ്ഞ ഒന്നാണ് അസ്മാഉൽ ഹുസ്ന. ഇനി അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഉദ്ദേശം പൂർത്തിയായി കിട്ടുന്ന രൂപം പറഞ്ഞു തരാം. എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷവും മഗ്‌രിബ് നിസ്കാര ശേഷവും ആദ്യം യാസീൻ സൂറത്ത് ഓതുക. ഒരു പ്രാവശ്യം ഓതിയ ശേഷം അസ്മാഉൽ ഹുസ്ന 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 7 പ്രാവശ്യമോ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന ഓതിയാൽ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും അസ്മാഉൽ ഹുസ്ന ജീവിതത്തിന്റെ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.